ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു പാർലറിലോ സലൂണിലോ ഒന്നും പോകാതെ തന്നെയാണ് നമ്മളിന്ന് ഫേഷ്യൽ ചെയ്യുന്നത്. നമുക്ക് നാളെ ഒരു ഇഫ്താർ പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാട്ടോ ഇന്നൊരു ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ ഫേസിൽ നമുക്ക് ഗ്ലോ കിട്ടാനോ അല്ലെങ്കിൽ ടാൻ റിമൂവ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പലതും ഫേസിൽ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഈ പലതും ഫേസിൽ ചെയ്യുമ്പോൾ കുറച്ച് എഫക്റ്റീവ് ആണെങ്കിൽ ആ ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതൊരു പെർമനൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിക്ക് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. മാക്സിമം ഒരു 3 ലിറ്റേഴ്സ് എങ്കിലും പെർ ഡേ വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഫുഡ്, ലൈഫ് സ്റ്റൈൽ എല്ലാത്തിലും ചേഞ്ചസ് വരുത്തിയാൽ തന്നെയാണ് നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് ചെയ്താലും ഒരു എന്താ പറയുക, ഒരു ലോങ് ടേമായിട്ട് നമുക്ക് ഫേസിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താൻ നോക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ലൈക്ക് വാട്ടർമെലൻ അങ്ങനത്തെ ഒക്കെ ഫുഡ് ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. പിന്നെ നല്ല ഫുഡ് കഴിക്കുക. ഓയിലി ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരുപാട് വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള നല്ല ഹെൽത്തി ഡയറ്റുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നിപ്പോൾ വീട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. യൂഷ്വലി നമ്മൾ ഗേൾസ് എല്ലാവരും വീട്ടിൽ ഓരോന്ന് വാങ്ങിച്ച് വയ്ക്കുന്ന പോലത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസിനെ ക്ലെൻസ് ചെയ്യുക കേട്ടോ വേണ്ടത്. സോ ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ഓയിലി സ്കിൻ ക്ലെൻസറാണ്. ഇതാട്ടോ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്ന ക്ലെൻസർ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു 1.5 മന്ത് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ ഫേസിന് അത്ര ഡ്രൈ ആക്കില്ല. അതേപോലെ തന്നെ മോയ്സ്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്. പിന്നെ എല്ലാവരും മാക്സിമം ഫേസിൽ സോപ്പ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. പകരം നമ്മൾ നല്ലൊരു ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ്, സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ഫേസ് എപ്പോഴും അസിഡിക് നേച്ചറാണ്. അതായത് 4.5 to 6.2 ഒക്കെ വരെയാണ് നമ്മുടെ ഫേസിലെ pH ലെവൽ എന്ന് പറയുന്നത്. സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ pH കൂടിയത്, അതായത് ആൽക്കലൈനാണ്. സോ നമ്മൾ ഈ സോപ്പ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യും തോറും നമ്മുടെ ഫേസ് അസിഡിക്കിൽ നിന്ന് ആൽക്കലൈനായി മാറും. ആൽക്കലൈനായി മാറുമ്പോൾ നമ്മുടെ ഫേസിലൊരു പ്രൊട്ടക്റ്റീവ്, നമ്മുടെ ഈ ഡസ്റ്റിൽ നിന്നും അതേപോലെ തന്നെ ബാക്ടീരിയാസിന് എല്ലാത്തിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയും. ആ ഒരു ഗ്ലാൻഡിനെ അത് നശിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഫേസിലുള്ള മോയ്സ്ചറും അതേപോലെ തന്നെ ഹൈഡ്രേഷനും എല്ലാം നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സോ എല്ലാവരും ഫേസിൽ എപ്പോഴും ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണം. അതും സോപ്പ് ഫ്രീ ആയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോപ്പ് ഉള്ളത് മാക്സിമം പർച്ചേസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. സോ ഞാനിപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫേസൊക്കെ ഒന്ന് വെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല വെള്ളം യൂസ് ചെയ്തിട്ട്, നോർമൽ വാട്ടർ കേട്ടോ യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസ് വെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ക്ലെൻസർ യൂസ് ചെയ്യാം. ക്ലെൻസർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇത്രയൊക്കെ നമ്മുടെ ഫേസിനനുസരിച്ച് കുറച്ച് എടുത്താൽ മതി. കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ജെൻ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹാർഷായിട്ടല്ല, ജെൻ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് മസാജ് ചെയ്തുകൊണ്ട് തന്നെ മസാജ് ചെയ്ത് ക്ലോക്ക് വൈസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഉണ്ടോ സോപ്പ് ഫ്രീ ആയിട്ടല്ലേ തോന്നുന്നത്. മറ്റേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പതഞ്ഞ് വരും. ഇതെന്ന് കണ്ടോ, പതയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോപ്പ് ഫ്രീ ആയിട്ടുള്ളത് മേടിക്കണം കേട്ടോ. ഇതാണെങ്കിൽ സോപ്പ് ഫ്രീ ആണേ. സോ അപ്പോൾ ഞാൻ ഫേസിൽ ക്ലെൻസറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാം. സോ അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. ഫേസ് വാഷ് ചെയ്ത് നമ്മളൊരു
ടവലായിട്ട് ഒരിക്കലും ഇങ്ങനെ തുടയ്ക്കരുത്, പകരം ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ജസ്റ്റ് ആ വാട്ടറിനെ ഒന്ന് അബ്സോർബ് ചെയ്യുക, അത്രേ പാടുള്ളൂ. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, യൂസ് ചെയ്യാൻ പോകേണ്ടത് ഫേസ് സ്ക്രബ് ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. കോഫി സ്ക്രബാണിത്. ഇതിലൊരു ഗ്രാന്യൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രാന്യൂൾസ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള അൺവാണ്ടഡ് അതേപോലെ തന്നെ ഒക്കെ കളഞ്ഞ് നമ്മുടെ ഫേസിന് നല്ല സോഫ്റ്റാക്കി വയ്ക്കും കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണേ, നന്നായിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ. മാക്സിമം ഒരു പറ്റുമെങ്കിൽ 1 മിനിറ്റ് എങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യണം. ചീക്സൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യുക, ഹാർഷായിട്ട് ചെയ്യരുത്. അതുപോലെ നെറ്റിയുടെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുന്ന പോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ിൻ്റെ അടുത്തങ്ങ് പോയിട്ട് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ 1 മിനിറ്റോളം നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വരാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക, നോർമൽ വാട്ടറിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക, സ്ക്രബിങ് എല്ലാം കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മളിപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫേസൊക്കെ. നോക്കി, നേരത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും കൂട്ടിയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യേ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫേഷ്യൽ പീൽ ഓഫ് മാസ്ക് കേട്ടോ. ഞങ്ങൾ അലോവേരയുടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഹെയർസൊക്കെ നമ്മൾ മുകളിലേക്ക് മാറ്റിക്കാൻ ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതും കൂടി പോരും കേട്ടോ പീൽ ചെയ്യുമ്പോൾ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 to 25 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോരാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ചാർക്കോളിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ആവും കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വിടുക, എന്നിട്ട് നമ്മൾ പീൽ ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്. സോ 20 to 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അത് അങ്ങനെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് പീൽ ചെയ്ത് നോക്കാം കേട്ടോ.
കഴുകുകയാണ് വേണ്ടത്. സോ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വാട്ടറായിട്ട് വാഷ് ചെയ്തു വന്നിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഫേസ് പാക്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓട്സും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് പോലെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ട് അലർജറ്റിക് ഒന്നും അല്ല എന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഓട്സ് അതേപോലെ തന്നെ തൈര് കേട്ടോ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം ഫേസിൽ. ഡ്രൈ ആവുന്നതിന് അവിടെ കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്തിട്ടാണ്. Baby, don't be sorry for me, 'cause it's just a perfect story. You said you were all for me, but it's a wrong story. Baby, don't be sorry for me, 'cause it's just a perfect story. വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫേസൊക്കെ നല്ല സോഫ്റ്റായി അതേപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോണറും അതേപോലെ തന്നെ മോയ്സ്ചറൈസറും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡ്രൈ ആക്കി വിടരുത് ഫേസ് എപ്പോഴും. നമ്മൾ മാസ്ക് ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും ക്ലെൻസർ യൂസ് ചെയ്തിട്ടല്ല കേട്ടോ കഴുകിയത്. ജസ്റ്റ് നമ്മൾ വാട്ടർ കൊണ്ട് കഴുകിയിട്ടുള്ളൂ കേട്ടോ, അല്ലാണ്ട് ക്ലെൻസറൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഈ ടോണർ ഞാൻ ഫോക്സ്ടെയിലിൻ്റെ കേട്ടോ ടോണർ യൂസ് ചെയ്യും. അടുത്തതായിട്ട് മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫോക്സ്ടെയിലിൻ്റെ തന്നെ ആണ് ഞാൻ അവിടെ യൂസ് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസറും ആണെങ്കിലും നിങ്ങളുടെ ഫേസിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും ഫേസ് നമ്മൾ ഒരിക്കലും ഡ്രൈ ആക്കി വിടരുത് കേട്ടോ ഇങ്ങനെ ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ്നെസ് കുറയത്തേ ഉള്ളൂ. അതിൽ നല്ല ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് വയ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.